സദ്യ കഴിക്കാൻ ഇരിക്കുമ്പോൾ ചോറ് വിളമ്പിക്കഴിഞ്ഞ് നമ്മൾ ആദ്യം തിരയുന്ന ആ ഒരു ടേസ്റ്റ്, അതാണ് ഈ കിടിലൻ പച്ചടി അല്ലേ? പക്ഷേ പലർക്കും ഒരു പരാതിയുണ്ട്. വെണ്ടയ്ക്ക പച്ചടി ഉണ്ടാക്കുമ്പോൾ വഴുവഴുപ്പ് ആകുന്നു, കോവയ്ക്ക പച്ചടി ഉണ്ടാക്കുമ്പോൾ തൈര് പിരിഞ്ഞു പോകുന്നു. ഇന്ന് ആ രണ്ട് പ്രശ്നത്തിനും ഞാനൊരു ഫുൾ സ്റ്റോപ്പ് ഇടാൻ പോകുകയാണ്. അതെ, ഇന്ന് നമ്മൾ ഒരേ വീഡിയോയിൽ രണ്ട് സദ്യ സ്പെഷ്യൽ പച്ചടികളാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ഒന്ന് നല്ല മൊരിഞ്ഞ വെണ്ടയ്ക്ക പച്ചടിയും മറ്റൊന്ന് സൂപ്പർ ക്രീമി കോവയ്ക്ക പച്ചടിയും. ഒരേ അരപ്പിൽ തന്നെയാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ വീഡിയോ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. കിടിലൻ ടിപ്പ് ഇതിലുണ്ട്. നമുക്ക് വീഡിയോ തുടങ്ങാം. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അനസ് മോനു വ്ളോഗ്. അപ്പോൾ ആദ്യം തന്നെ കോവയ്ക്ക വെച്ചിട്ടുള്ള പച്ചടിയാണ് തയ്യാറാക്കിയെടുക്കാനായിട്ട് പോകുന്നത്. അതിനായിട്ട് ആദ്യം തന്നെ കോവയ്ക്ക നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കോവയ്ക്ക കഷ്ണങ്ങൾ നമുക്ക് ഒരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി കോവയ്ക്കയിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ടീസ്പൂണോളം വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഇതൊന്ന് വേവിക്കാനായിട്ട് വെക്കാം. കഷ്ണങ്ങൾ വെന്ത് വരുന്ന ഈ ടൈം കൊണ്ട് തന്നെ നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് കൂടി തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ജീരകം 1/2 ടീസ്പൂണോളം എടുത്തിട്ടുണ്ട്. കടുക് കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ 3 പച്ചമുളകും ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ടിത് ഒന്ന് അരച്ചെടുക്കണം. അരപ്പ് തയ്യാറാക്കി എടുക്കുന്ന സമയം കൊണ്ട് തന്നെ നമ്മുടെ കോവയ്ക്ക നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. വെന്ത് ഉടഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്ക് ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കുലുക്കിയെടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലെ ആ വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. ചെറു തീയിൽ വെച്ചിട്ടാണ് ഇത് തിളപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ തിളച്ച് വന്നതിന് ശേഷം തീ ഓഫ് ചെയ്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് ചൂടാറി വന്നതിന് ശേഷം വേണം ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതാ ഇവിടെ നന്നായിട്ട് തന്നെ ചൂടാറി കിട്ടിയിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള തൈര് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കിയെടുക്കണം. ചൂടോടുകൂടി തൈര് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പിരിഞ്ഞു പോകാനായിട്ട് സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ എന്തായാലും ചൂടാറിയതിന് ശേഷം വേണം തൈര് ചേർത്ത് കൊടുക്കാനായിട്ട്. തൈര് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു താളിപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. അതിനായിട്ട് ഇതുപോലെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായ സമയത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വരുന്ന സമയത്ത് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. വറ്റൽമുളക് നിങ്ങളുടെ കൈവശമുണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ താളിപ്പ് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അടച്ചു വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള കോവയ്ക്ക വെച്ചിട്ടുള്ള പച്ചടി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഈ പച്ചടിയിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്തിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുകയാണെങ്കിൽ സദ്യയിലെ പച്ചടിയുടെ അതേ ടേസ്റ്റ് തന്നെ കിട്ടും. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്യും. ഇനി നമുക്ക് സ്വാദിഷ്ടമായിട്ടുള്ള വെണ്ടയ്ക്ക പച്ചടി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് എന്ന് നോക്കാം. ആദ്യം തന്നെ കഴുകി വൃത്തിയാക്കിയെടുത്ത വെണ്ടയ്ക്ക ഒന്ന് തുടച്ചെടുക്കുക. അതിനുശേഷം ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി വെണ്ടയ്ക്കയിലേക്ക് മുളക് പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. വെണ്ടയ്ക്കയിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത്. അതിനാണ് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ തുടച്ചെടുക്കുന്നത്. വെള്ളത്തിൻ്റെ അംശമുണ്ടെങ്കിൽ നമ്മൾ കറി വെച്ചെടുക്കുന്ന സമയത്ത് നന്നായിട്ട് തന്നെ വഴുവഴുപ്പ് അനുഭവപ്പെടുന്നതാണ്. ഇനി പച്ചടിയിലേക്കുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കുക. അതുപോലെ 2 പച്ചമുളക്, ജീരകം, സ്വല്പം കടുക് എന്നിവ ചേർത്ത് കൊടുത്തിട്ട് നല്ല ഫൈനായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കുക. ഇനി ഇതുപോലെ ഒരു മൺചട്ടിയിലേക്ക് അരച്ചെടുത്ത മിക്സ് ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. വെള്ളം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇത് ചെറു തീയിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് ചൂടാക്കി എടുക്കാനായിട്ട്.
ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ചൂടാറി കിട്ടണം. ഈ ടൈം കൊണ്ട് തന്നെ നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന വെണ്ടയ്ക്ക നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വെണ്ടയ്ക്ക നന്നായിട്ട് മൊരിഞ്ഞു വരുന്നത് വരെ വേണം വറുത്തെടുക്കാനായിട്ട്. ഇങ്ങനെ മൊരിഞ്ഞ രീതിയിൽ വറുത്തെടുക്കുകയാണെങ്കിൽ കറിയിൽ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് വഴുവഴുപ്പൊന്നും ഉണ്ടാകില്ല. വെണ്ടയ്ക്കയുടെ വഴുവഴുപ്പ് മാറ്റിയെടുക്കുന്നതിനുള്ള രണ്ടാമത്തെ ടിപ്പാണ് ഇത്. ആദ്യമായിട്ട് വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ കുടുംബങ്ങളിലേക്കും സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കൂടി ചെയ്യണേ. അപ്പോൾ ഇതവിടെ അരപ്പൊക്കെ നന്നായിട്ട് തന്നെ ചൂടാറി കിട്ടിയിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഇങ്ങനെ ചൂടാറിയ ടൈമിൽ നമ്മൾ തൈര് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ തൈര് പിരിഞ്ഞു പോകില്ല. ഇതുവരെയും നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. ഈ ടൈമിൽ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ഇനി നമുക്കിതൊന്ന് താളിച്ചെടുക്കണം. അതിനായിട്ട് ഒരു പാൻ ചൂടാക്കിയിട്ട് എണ്ണയും കടുകും കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ താളിപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അടച്ചു വയ്ക്കുക. അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ 2 പച്ചടികളാണ് ഇന്ന് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. കോവയ്ക്ക പച്ചടി തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് മഞ്ഞ കളറിലല്ല വെള്ള കളറിൽ തന്നെ വേണം എന്നുള്ളവർക്ക് മഞ്ഞൾപ്പൊടിയുടെ അളവ് കുറയ്ക്കുകയോ അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാതിരിക്കുകയോ ചെയ്യുന്നതായിരിക്കും നല്ലത്. ലൈക്ക് അടിക്കുന്ന സമയത്ത് തൊട്ടടുത്ത് കാണുന്ന ഹൈപ്പ് കൂടി പ്രസ് ചെയ്യാനായിട്ട് മറക്കല്ലേ. വളരെ കുറഞ്ഞ സമയം കൊണ്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ 2 പച്ചടി റെസിപ്പികളും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും എല്ലാവർക്കും ബായ്.